റഷ്യൻ സന്ദർശനത്തിനെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയിലെ ഏറ്റവും ഉയർന്ന ദേശീയ ബഹുമതി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മാനിച്ചതൊക്കെ അറിയാമല്ലോ അല്ലേ? റഷ്യയിലെ ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രൂ ബഹുമതിയാണ് മോദിക്ക് സമ്മാനിച്ചത്. അതങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്ന കാര്യമല്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ മോദി വിരുദ്ധരായതുകൊണ്ട് അതിൻ്റെ വാർത്തയ്ക്ക് പ്രാധാന്യമൊന്നുമത്ര കൊടുത്തില്ല. ഇടതുപക്ഷം ചൈനയിൽ പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായി എടുത്തു വളർത്തുന്ന രാഹുൽ ഗാന്ധി വല്ല വിദേശ സർവകലാശാലയിൽ പോയി പ്രസംഗിച്ചിരുന്നെങ്കിൽ പൊളിച്ചടുക്കിയനെ മലയാളി മാധ്യമങ്ങൾ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഉന്നതിയിലേക്കും അതിൻ്റെ ഡിഫൻസുമെല്ലാം ആകെ മൊത്തം മാറ്റി എല്ലാ രാജ്യങ്ങളുടെ മുമ്പിലും ആ രാജ്യത്തിന് തലയെടുപ്പോടെ നിൽക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് എത്തിച്ച ഒരു നേതാവിനെ കേരളത്തിൽ ആർക്കും താല്പര്യമില്ല. പോട്ടെ, എന്തായാലും ആ ബഹുമതിയും അതിനെ തുടർന്ന് മോദി നടത്തിയ പ്രസംഗവുമൊക്കെ ഒന്ന് കേൾക്കേണ്ടതാണ്. എന്തായാലും അതേക്കുറിച്ച് പറഞ്ഞു പോകാതെ വയ്യ. അതിനു മുൻപ് പതിവ് പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ബഹുമതി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹായുടെ നാമത്തിലുള്ള പരമോന്നത ബഹുമതിയാണിത്. റഷ്യയിലെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതിയാണ് സെയിന്റ് ആൻഡ്രൂ ശ്ലീഹായുടെ ഓർഡർ. ആണത്തമുള്ളവൻ, ധീരൻ എന്നൊക്കെയാണ് അന്ത്രയോസ് എന്ന വാക്കിൻ്റെ യഹൂദ അർത്ഥം. അതായത് ആണത്തമുള്ളവനും ധീരനുമൊക്കെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയെന്ന് അവർ സമ്മതിച്ചു. റഷ്യയുടെ ഏറ്റവും അഭിമാനകരമായ സിവിലിയൻ ബഹുമതിയാണിത്. യേശുവിൻ്റെ ആദ്യ അപ്പോസ്തലനും റഷ്യയുടെ രക്ഷാധികാരിയുമായ വിശുദ്ധ അന്ത്രയോസ് പുണ്യാളന്റെ ബഹുമാനാർത്ഥം 1698 സർ പീറ്റർ ദി ഗ്രേറ്റ് സ്ഥാപിച്ചതാണ് ഈ പരമോന്നത ആദരം. സാധാരണ റഷ്യയിൽ ഇത് ലഭിക്കുക ഏറ്റവും മികച്ച സൈനിക മേധാവിക്കോ ധീരതയിൽ മികവുറ്റവർക്കോ ആണ്. ഏറ്റവും മികച്ച സിവിലിയൻ അല്ലെങ്കിൽ സൈനിക യോഗ്യതയ്ക്ക് ഓർഡർ ഓഫ് ആൻഡ്രൂ ദി അപ്പോസ്തലൻ നൽകപ്പെടുന്നു. ഇത്തരത്തിലൊരു ആദരം റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രത്യേകമായ തന്ത്രപരമായ പങ്കാളിത്തം വികസിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ ബന്ധം വളർത്തിയെടുക്കുന്നതിനും പ്രധാനമന്ത്രി മോദിയുടെ വിശിഷ്ടമായ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ്. എന്തായാലും അവിടെ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയതും ഒരു കിടിലൻ പ്രസംഗമാണ്. വെല്ലുവിളികളെ വെല്ലുവിളിക്കുക എന്നത് എൻ്റെ DNA-യിലുള്ളതാണ്. വരും വർഷങ്ങളിൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ പുതിയ അധ്യായം എഴുതി ചേർക്കും. റഷ്യയിൽ ഇന്ത്യ 2 കോൺസുലേറ്റുകൾ കൂടി തുറക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ യുവാക്കൾ ഇപ്പോൾ വലിയ സ്വപ്നങ്ങൾ കാണുകയാണെന്നും അത് സാധ്യമാക്കുമെന്ന പ്രതിജ്ഞ എടുത്തിരിക്കുകയാണെന്നും 2020 ലോകകപ്പ് വിജയത്തെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, റഷ്യയിലേക്ക് തനിച്ചല്ല വന്നത്. ഇന്ത്യൻ മണ്ണിൻ്റെ മണവും 140 കോടി ജനങ്ങളുടെ സ്നേഹവും എനിക്കൊപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. 3ാം തവണ അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യമായി ഇന്ത്യൻ സമൂഹത്തോട് സംസാരിക്കുന്നത് തന്നെ റഷ്യയിലാണ്. 3ാം തവണ രാജ്യത്തിനായി 3 ഇരട്ടി കഠിനാധ്വാനം നടത്തുമെന്നാണ് പറയാനുള്ളത്. 3 ഇരട്ടി ശക്തിയിലും 3 ഇരട്ടി വേഗതയിലും രാജ്യത്തെ മുന്നോട്ട് നയിക്കും. ഒട്ടേറെ സർക്കാർ പദ്ധതികളിൽ 3 എന്ന സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. 3ാം വട്ടത്തിൽ ഇന്ത്യയെ ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി വളർത്തുകയാണ് ലക്ഷ്യം. പാവപ്പെട്ടവർക്കായി 3 കോടി വീടുകൾ നിർമ്മിക്കും. സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കി 3 കോടി ലക്ഷാധിപതി ദീദിമാരെ സൃഷ്ടിക്കും. അവരുടെ വാർഷിക വരുമാനം 1 ലക്ഷത്തിന് മുകളിലാക്കുമെന്നും മോദി പറഞ്ഞു. മാത്രമല്ല, 10 വർഷത്തിനിടെ 6 തവണ റഷ്യയിൽ വന്നു. 17 തവണ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. ഓരോ കൂടിക്കാഴ്ചയും ഇരു രാജ്യവും തമ്മിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിനെ കേന്ദ്രീകരിച്ചായിരുന്നു. പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും വളരുകയാണ് ഇന്ത്യ റഷ്യ ബന്ധം. പലവട്ടം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നുവെങ്കിലും റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമായതേയുള്ളൂ.
അതിന് പുട്ടിനോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ പ്രസംഗം തന്നെ അവസാനിപ്പിക്കുന്നത്.